ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മലബാർ സ്പെഷ്യലായിട്ടുള്ള കല്ലുമ്മക്കായ് നിറച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വലിയ സൈസിലുള്ള കല്ലുമ്മക്കായാണ് കല്ലുമ്മക്കായ് നിറച്ചത് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. ഇതിൻ്റെ ഈ ഒരു തോടോടുകൂടെ ആദ്യം തന്നെ ക്ലീൻ ചെയ്തെടുക്കണം. ഇതിലേക്ക് 2 പച്ചമുളക്, പിന്നെ ഒരു അരമുറി തേങ്ങ, ഇത്രയും ചെറിയുള്ളി, പിന്നെ ഒരു വലിയ അല്ലി വെളുത്തുള്ളിയും പെരിഞ്ചീരകവും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നന്നായിട്ട് പേസ്റ്റായിട്ട് അരയരുത്, ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഇതേപോലെ എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. നമ്മൾ പുട്ടുപൊടി എടുക്കാം. അപ്പോൾ ഇത് ഇനി നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ ഉപ്പ് ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതിയാകും. അപ്പോൾ കല്ലുമ്മക്കായ് നന്നായിട്ട് കഴുകി വെള്ളം വാർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്തിട്ട് എടുക്കണം. ഇനി അരി കുഴച്ചതിലേക്ക് നമുക്ക് തേങ്ങേൻ്റെ ആ ഒരു അരപ്പുണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ രണ്ടും മിക്സ് ചെയ്തെടുക്കുക. ഇതൊക്കെ അമ്മയാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്, നേരിട്ട് കാണുന്നത്. അപ്പോൾ ഞാനും ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് പഠിക്കുവാണ്. അപ്പോൾ ആവി പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കല്ലുമ്മക്കായ് നിറച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത ഓരോ കല്ലുമ്മക്കായിലേക്കും ഈ ഒരു അരിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 16 കല്ലുമ്മക്കായാണ്. ആ കല്ലുമ്മക്കായ്ക്ക് ഒരു 1.5 കപ്പ് അളവിൽ നമ്മൾ അരിപ്പൊടി എടുത്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഫില്ല് ചെയ്തിട്ട് ബാക്കി വരുവാണെങ്കിൽ അത് ആ മാവ് എടുത്ത് വെക്കാം. നമുക്ക് വേണമെങ്കിൽ പിന്നെ പത്തലൊക്കെ ആക്കിയിട്ട് കല്ലിലൊക്കെ ചുട്ടിട്ടെടുക്കാം. അത് വേസ്റ്റ് ആവുന്നില്ല. ആ ഒരു മാവ് വെച്ചിട്ട് നമ്മളൊരു പത്തലൊക്കെ ചുടുവാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം ഇതിൽ പെരിഞ്ചീരകത്തിൻ്റെയും ചെറിയുള്ളീൻ്റെയും വെളുത്തുള്ളീൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ ഒരു ഇത് വരുന്നുണ്ടല്ലോ. നമ്മൾ ഈ മാവ് കല്ലുമ്മക്കായിൽ മൊത്തത്തിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ആ വേവുന്ന സമയത്ത് നമുക്ക് ഒരു ചെറിയൊരു ബാറ്റർ റെഡിയാക്കാനുണ്ട്. ഒരു 3 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഓൾറെഡി അതിൽ ചേർത്തതുകൊണ്ട് കൂടി പോകാണ്ട് നോക്കണം. ഇതിൽ വെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. അധികം തിക്ക് പേസ്റ്റായി പോകരുത്. ഞാൻ ആദ്യം ചെയ്തപ്പോൾ കുറച്ച് തിക്കായിട്ടുണ്ടായിരുന്നു, എന്നിട്ട് വീണ്ടും വെള്ളം ചേർത്തെടുക്കുകയാണ് ചെയ്തത്. ഞാനിപ്പോൾ ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആവിയിൽ നല്ല പോലെ നമ്മൾ കല്ലുമ്മക്കായിൻ്റെ ഇതൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പീസ് എടുത്ത് കഴിച്ച് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചൂടെല്ലാം ഒന്ന് ആറിയതിന് ശേഷം, നല്ലപോലെ ആറണമെന്നില്ല, നമുക്ക് കയ്യിൽ പിടിക്കാൻ പാകത്തിൽ ആവുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്കിത് ഷെല്ലൊന്ന് മാറ്റി കൊടുക്കാം, അതിൻ്റെ തോടൊന്ന് മാറ്റി കൊടുക്കാം. നല്ലപോലെ തന്നെ കുക്കായതുകൊണ്ട് തന്നെ അത് ഈസി ആയിട്ട് ആ ഒരു തോടൊന്ന് വിടുവിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാത്തിൻ്റെയും തോട് നമ്മൾ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ നമ്മൾ ഇതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലാദ്യം മുക്കണം, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചില്ല. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് കുറച്ച് കട്ടിയായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ലൂസാക്കി എന്നിട്ടാണ് പിന്നത്തൊക്കെ പൊരിച്ചെടുത്തത്. നല്ല എരിവ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഞങ്ങൾക്ക് ആർക്കും അധികം എരിവ് പറ്റില്ല. പിന്നെ ഈ ഒരു അളവാണെങ്കിൽ കൂടെ അത്യാവശ്യം കറക്റ്റായിട്ടുള്ള എരിവ് ഉണ്ടായിരുന്നു, എരിവും ഉപ്പും ഒക്കെ പാകത്തിനുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുഴച്ച് വെച്ച മാവും കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഓരോ ഭാഗം ആകുമ്പോൾ നമ്മൾ തിരിച്ച് ഇട്ട് കൊടുക്കുക. നമ്മൾ എങ്ങനെയാണോ മീനൊക്കെ വറുത്തെടുക്കുന്നത് അതേപോലെ. ഇത് ഉണ്ടാക്കിയ അന്ന് തന്നെ ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കസിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് അരിക്കടുക്ക എന്നാണ് പേരെന്ന്. ചില ഏരിയയിൽ അങ്ങനെ പറയുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ ഞങ്ങൾ പണ്ട് മുതലേ ഇതിൻ്റെ പേര് കല്ലുമ്മക്കായ് നിറച്ചതെന്നാണ് പറയുക. കല്ലുമ്മക്കായ് നിറച്ചതെന്ന് പറയാൻ കാരണം അത് ഈസി ആയിട്ട് പറയാൻ പറ്റുന്നൊരു പേരായതുകൊണ്ടാണ് പറയുന്നത്. അല്ലാണ്ട് ഇതിൻ്റെ ശരിക്കുള്ള പേര് അരിക്കടുക്ക എന്നാണ് എൻ്റെ കസിൻ പറഞ്ഞത്. ഈ ഒരു മലബാർ സൈഡിലാണെന്ന് തോന്നുന്നു കല്ലുമ്മക്കായ കൂടുതലായിട്ട് കിട്ടുന്നത്. കാരണം അങ്ങോട്ടേക്കുള്ള എറണാകുളം ആലപ്പുഴ ഭാഗത്തൊക്കെയുള്ള എൻ്റെ ഫ്രണ്ട്സിന് അവരിവിടെ പഠിക്കാൻ വന്ന സമയത്താണ് അവർ കല്ലുമ്മക്കായ് നിറച്ചൊക്കെ ആദ്യമായിട്ട് കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, പറയാതിരിക്കാൻ വയ്യ. ഇത് ചെറുപ്പം മുതലേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനം കൂടിയാണ്, പ്രത്യേകിച്ച് മലബാർ ഏരിയയിലുള്ള ആൾക്കാർക്ക്. അരിപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ പുഴുങ്ങലരി കുതിർത്ത് വെച്ചിട്ട് അരച്ചെടുത്തിട്ടും ഇത് ചെയ്യാവുന്നതാണ്. കുറേ കാലത്തിന് ശേഷമാണ് ഇതിപ്പോൾ കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കല്ലുമ്മക്കായ് കിട്ടുവാണെങ്കിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് കമൻസിൽ അറിയിക്കുക. പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, താങ്ക് യു.